അപ്പം നമുക്കിതാ നമ്മളുടെ വെണ്ടയ്ക്കയും പയറും കുറച്ച് വെണ്ടയ്ക്ക നമ്മൾ ഇപ്പം എടുത്തിട്ടുള്ളൂ. ഇത് മുമ്പ് കുറെ പൊട്ടിച്ചതാട്ടോ. അതെ, ഇനി പൊട്ടിക്കാനും ഉണ്ട്. പൂവിട്ട് മുട്ടൊക്കെ. അതെ. നാടൻ പയർ 1.5 കിലോ 10, 1.5 കിലോ 10. അതെ. ആ പിന്നെ അച്ഛമ്മയില് കുളിച്ച് അവരയക്കാറിഞ്ഞിട്ട് വേറൊരു ഇതില്ല. നമ്മളെല്ലാവരും കൂടെ അല്ലല്ലേ വീഡിയോയില് പറഞ്ഞതാ. നമ്മളെല്ലാരും കൂടെ ഇന്നൊരു ട്രിപ്പാണ്. അതെ, ഒരു ഗംഭീര ട്രിപ്പായി പോയി. ശർക്കരപ്പേര് കൊടുക്കാൻ വേണ്ടിട്ട്. അതെ, ഇപ്പൊ നമ്മളെല്ലാം ഗിരിമാമന്റെ കൂടെ ട്രിപ്പാണ്. എല്ലാ ദിവസവും ട്രിപ്പാണ് ഇപ്പൊ നമുക്ക്. അമ്മല്യ സ്ഥലം ഇത് എളുപ്പവഴിയാണ്, ബ്ലോക്കില്ലാത്ത വഴി. ഇന്നും നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വിചാരിച്ചിരുന്നത് ഈ ഓണം വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് പുതിയ ചെരുപ്പ് വാങ്ങേണ്ടി വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊറിയർ ഓഫീസിലേക്ക് നടന്ന് നമ്മളുടെ ചെരുപ്പ് തേഞ്ഞൊരവസ്ഥ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയ്മോളുടെ ഒരു കൊറിയർ ആയിരുന്നു കേട്ടോ നമുക്ക് ട്രാക്കിംഗ് ഐ ഡി ഒന്നും കിട്ടാതിരുന്നത്. പക്ഷേ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ കിട്ടി, അതവിടെ ഡെലിവേർഡ് ആയി. അപ്പോൾ നമുക്ക് സന്തോഷമായി. നമ്മളപ്പോ നമ്മുടെ ഫോണില്ല, നമ്മളെ ഗിരിവാഹനം അങ്ങനെ തന്നെ ആക്കി തരാൻ പറഞ്ഞു. അതെ, നല്ല ബ്ലോക്കാണ്. പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കൊക്കെ നല്ല ലേറ്റ് ആവും. അപ്പം എന്നാല് വീട്ടിലേക്ക് തന്നെ ആക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ പോവാണ്. കുഞ്ഞാവയും മാണും അപ്രത്യക്ഷമായി. രണ്ടാളും അടങ്ങി, പുറം ലോകം കണ്ട രണ്ടാളും അടങ്ങിയിരിക്കും. ഒരമ്മ വെച്ച മക്കളാണെന്നേ പറയൂ കണ്ട. നമ്മളെ കഴിക്കാൻ കുറച്ച് ആഗ്രഹമായപ്പോൾ കുറച്ച് മസാല കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടമാട്ടോ മസാല കടല. ഏതായാലും വീട്ടിലെത്തിയിട്ട് കട്ടൻ ചായയും മസാല കടലയും കുടിക്കാം, വീഡിയോ കാണിക്കാമല്ലോ. അതാ നമ്മുടെ പെരിന്തൽമണ്ണ പോലൊക്കെ കഴിഞ്ഞു കേട്ടോ അല്ലേ മാളു? പെരിന്തൽമണ്ണ പോലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. നല്ല ബ്ലോക്കാണ് കേട്ടോ അവിടെയൊക്കെ. കഴിഞ്ഞ പീരീഡ്സിൽ വന്ന ഒരു പിമ്പിളാണിത്. ആ പിമ്പിളിൻ്റെ മാർക്ക് ഇനിയും പോയിട്ടില്ല. ആ മാർക്ക് ഞാൻ 3 ദിവസം കൊണ്ട് കളയണം ഇനി എനിക്ക്. കുഞ്ഞാവ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. അതെ, കുഞ്ഞാവ നിക്ക്, ഓടല്ലേ. ഇപ്പൊ അത് അമ്മ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അതെ, നമ്മള് തറവാട്ടില്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി അമ്മയും മാളും കുഞ്ഞാവയും വീട്ടിലേക്ക് വരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് സമയം
ഞങ്ങളിവിടെ ഇരിക്കട്ടെ, ഒന്ന് ഫ്രീ ആയിരിക്കും. അതെ, ഫ്രീ ആയിട്ടിരിക്കുക. അവിടെ എന്തായാലും വർക്കിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് തന്നെ പോവാണ്. അതെ, നമ്മൾ അരി അരച്ച് വെച്ചതാണ്. ഇതാ ഗ്രൈൻഡറിലാണ് കേട്ടോ അരി അരച്ചത്. ഇനി നമുക്കൊന്ന് കാപ്പി കുടിക്കണം. എന്നിട്ട് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം. 2 ദിവസം കൊണ്ട് ഈ വീടൊന്ന് വീടാക്കി എടുക്കണം. നല്ല തിരക്കുണ്ടായിരുന്നു. അതെ, കേട്ടോ, ഇനിയിപ്പോ ഒരിക്കലും നമ്മളെ അടുക്കള ഇങ്ങനെ കണ്ടിട്ടില്ല. അല്ല, അതിപ്പോ വലിയ പാത്രങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് തുടക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് കട്ടങ്കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതെ, നമുക്ക് നമ്മളെ മസാല കടലയും കൂടെ ആക്കിയിട്ട് നമുക്ക് അന്ന് മധുരം ഇട്ടോളൂ അമ്മ എനിക്കും. മധുരടാം. മാളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് കട്ടൻ കാപ്പി കുടിക്കണം. തൊണ്ടൊക്കെ ഒക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ സമയത്ത് കട്ടൻ കാപ്പിയെ ബെസ്റ്റ്, ദി ബെസ്റ്റ് കോഫി കട്ടൻ കാപ്പി തന്നെ. നല്ല തിളക്കുണ്ട്. ഇത് നമ്മള് പാല് കാച്ചണ മാത്രല്ലേ. മറ്റേ പാത്രം നോക്കിട്ട് കണ്ടില്ലേ? അതെന്താ അറിയോ, ആ പാത്രത്തില് ഞാൻ രാവിലെ പാല് കാച്ചി. അതെന്താ അറിയോ, ഈ പാത്രം അപ്പൊ കണ്ടില്ല. എവിടെയായിരുന്നു? അവിടെ ഫുള്ള് തെരഞ്ഞു. അതെ, പക്ഷെ കാണാനേ ഉണ്ടായില്ല. നമ്മൾ ഈ കോഫി പൗഡർ എപ്പോഴും കട്ട പിടിക്കും. അതിന് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുമോ? ഞങ്ങൾ കുറേ നോക്കണം. അതെന്താ അറിയോ, എന്റെ അഭിപ്രായത്തിൽ ഇതിനെ ഇങ്ങനെ ഈ നമ്മളെ ഉപ്പിന്റെ ഇല്ലേ, അല്ല അതല്ല, ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ കുടഞ്ഞ മാത്രം വീഴുന്നത്, അങ്ങനത്തെ എടുക്കാനേ സ്പൂണ് ഇങ്ങനെ ഇടുകൊണ്ടാണോ? സ്പൂണ് വേണ്ടി വരേ കണക്ക് അല്ലേ? കണക്ക് കിട്ടണമെങ്കിൽ സ്പൂൺ വേണ്ടേ? ഇളം കാപ്പി മതി കേട്ടോ. കട്ടൻ കാപ്പി വേണ്ട എത്ര പൊടി ഉണ്ട്? മതി മതി മതി. ഉണ്ടാക്കാല്ലേ? അതെ, എല്ലാം റെഡിയാക്കാനുണ്ട്. ഇന്ന് ഉഴുന്ന് അരച്ച് വെച്ചതാണ് കേട്ടത്. ഉഴുന്ന് അരച്ച് വെച്ചതാണ്. കുഞ്ഞാവേനെ നല്ല ചീത്ത, നല്ല പെട കൊടുക്കുകയാണ് അമ്മായി. പോക്കിരി തന്നെ. അയിമ ഇരുന്നോളൂ. അമ്മ പറഞ്ഞു കൊടുക്കണല്ലേ, അയിമ അങ്ങനെ ഇരുന്ന പണി. ഇതിന്റെ വെയിറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ അതിന്റെ പോയി. ഒരു വെയിറ്റ് ഉണ്ട്, ഒന്നിന്റെ വെയിറ്റ് ഉണ്ട്. ഒന്നിന്റെ വെയിറ്റ് പോയി. ചിലപ്പോ മോറിയ സമയം. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴാണ് കളി തുടങ്ങുക. എല്ലാവരും മുറ്റത്തൊക്കെ ഇറങ്ങി ഇതാ ഇതാ നമ്മളുടെ വെളിച്ചെണ്ണ നമുക്ക് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് നമുക്ക് വേണ്ടി അയച്ചു തന്നതാട്ടോ. 5 ലിറ്ററിൻ്റെ ക്യാനുണ്ട്, 2 ലിറ്ററിൻ്റെ ക്യാനുണ്ട്, 1 ലിറ്ററിൻ്റെ ക്യാനുണ്ട്. അങ്ങനെ കുറേ വെളിച്ചെണ്ണകളൊക്കെ ഉണ്ട്. നമ്മൾ അതെ, സംതൃപ്തിയുടെ നമ്മൾ ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ട് അവരോട് നമ്മൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് വേണ്ടി അയച്ചു തന്നതാണ്. അതെ, അപ്പോൾ നിങ്ങളെല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ സംതൃപ്തി കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ. മാളൂന് അത് കാണിക്കണം അത്ര. കഴിഞ്ഞ ദിവസം വല്യച്ഛൻ വാങ്ങിച്ചതാണിത്. നമ്മൾ തേങ്ങ പൊളിക്കണ യന്ത്രം, മെഷീൻ, ഹാൻഡ് മെഷീൻ. ഇത് ഇങ്ങോട്ട് നീക്കാൻ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഒരു കാലത്തും കേടുവരില്ല. 600 രൂപയുടെ സാധനം 450 രൂപ പറഞ്ഞ് കിട്ടിയതാണ്. ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണ്ട് കേട്ടോ. നമ്മളെ വീട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നീറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ലേ അമ്മേ? അമ്മ എന്താ തരണേ? മധുരം മതി. അമ്മ മധുരപ്രിയാണ്. ഇങ്ങനെ മധുരം കഴിക്കണം അമ്മേനെ. എന്താ ചെയ്യണ്ടേ നിങ്ങൾ തന്നെ പറയൂ. ഞാൻ കടല ഒരു പാത്രത്തിലേക്ക് ഇടട്ടെ. നമുക്ക് വെളിച്ചം കുറച്ച് കുറവല്ലേ? ഇപ്പം 6:15 നല്ല ചൂട് കാപ്പി കുടിക്കാം. നമ്മള് ടൗണിലൊക്കെ പോയി വന്നോണ്ടാണ് വൈകിയത് കാപ്പിയൊക്കെ കുടിച്ചത്. അതെ,
ഓ കടല പെറുക്കി തിന്നേ കുഞ്ഞാവ. നാളെ ഏതാ അമ്മേ നാളെ വരുന്നത്? പൂരാടാ? നാളെങ്കിലും ഒന്ന് അണിഞ്ഞ് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. തീരെ സമയം കിട്ടാറില്ലേ. അപ്പൊ നമ്മള് പൂവാണ് ഇടാറുള്ളത്. നാളെ തൊട്ടല്ലേ അണിഞ്ഞു വെക്കേണ്ട നമ്മള്? ആ തൃക്കാക്കരപ്പനെ വെച്ചിട്ട് നാളല്ലേ? തൃക്കാരപ്പൻ, തൃക്കാരയപ്പൻ, തൃക്കാക്കരപ്പൻ. ശരിക്കും തൃക്കാക്കരപ്പൻ എന്നാണ്. തൃക്കാക്കര ഒരു സ്ഥലപ്പേരാണല്ലോ, കാക്കനാട് അടുത്താണ്. അവിടുത്തെ അപ്പനാണ് തൃക്കാക്കര അപ്പൻ. ഓക്കെ. ഭയങ്കര കൊതു കേട്ടോ ഇവിടെ അല്ലേ കുഞ്ഞാവേ? ഈ കുഞ്ഞാവ് ആ എന്നാ മതി. ബാക്കി അമ്മയ്ക്ക് ഇനി വേണ്ടി വരും അല്ലേ? ചിരി, അമ്മയുടെ ആ മുഖത്തെ ചിരി കണ്ടാലറിയാം എന്തോ ഒരു സംഭവം മണക്കുന്നുണ്ടെന്ന്. അമ്മ സത്യം പറയൂ. ആകെ അതേ കുടിക്കുള്ളൂ എന്നല്ലേ? ആ അമ്മയുടെ എപ്പത്തിന്റെ ഡയലോഗ് എന്താ അറിയോ? ആകെ അതേ അമ്മു ഞാൻ കുടിക്കണുള്ളൂ. എന്നിട്ട് എന്താ വൈകുന്നേരം സാധാരണ കട്ടൻ കാപ്പിയോ ചായ ഒന്നും കുടിക്കാറില്ല. രാവിലെ എപ്പോഴും പറയും അമ്മു രാവിലെ എനിക്ക് ദോശയൊക്കെ ആണെങ്കിൽ 1 2 കിട്ടിയാലും മതി കേട്ടോ. അങ്ങനെ അധികം ഒന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷെ എന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുമോ നല്ല ഭക്ഷണ പ്രിയാണ് നല്ലതല്ലേ. പക്ഷെ എന്താ അറിയോ, നമ്മള് ഒരു 2 ദോശ കഴിക്കണതിന്റെ ഇരട്ടിയാണ് ഈ പഞ്ചസാരയിലുള്ള സംഭവം വരുന്നത്. അതാണ് ഞാൻ പഞ്ചസാര എത്ര കഴിക്കേണ്ട പറയണം. അപ്പൊ ഒരു 2 ഗ്ലാസ് തര ചൂടാവട്ടെ. 2 ഗ്ലാസ് ഒരു കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ വേറെ ഒന്നും വേണമെന്നില്ല. കൊതു പാറി കളിക്കാൻ മാളൂ. എന്താ ചെയ്യാ? കുഞ്ഞാക്ക് ചൂടാക്കി കൊടുക്കട്ടെ. കുഞ്ഞാക്ക് ചൂടാറ്റിട്ടുള്ള ചായ. കുഞ്ഞാവ് എന്തിനും ചായ എന്നാ പറയാ. മതിയോ? നമുക്ക് ഒഴിച്ച് കുടിക്കാന്നാ മാളൂ. കണ്ടലല്ല കടല. കണ്ടലയോ? ഒന്ന് ഒഴിച്ചു തരാം എന്നാല്. കുഞ്ഞാവ് കൊതു കടിക്കണുണ്ടേനും മാന്തറുണ്ടേനും അല്ലേ? ചെറിയ ഗ്ലാസ് ഇട്ടോളൂ. ചെറിയ കുട്ടികൾക്ക് ചെറിയ ഗ്ലാസ്. അതെ 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 അതെ. അപ്പൊ ഞങ്ങൾ എല്ലാരും കട്ടൻ കാപ്പി കുടിക്കട്ടെ കേട്ടോ. കട്ടൻ കാപ്പി വിത്ത് മസാല കടല. മസാല കടല. നിങ്ങൾക്ക് നോർമൽ കടലയാണോ ഇഷ്ടം മസാല കടലയാണോ ഇഷ്ടം എന്നുള്ളത് പറയണേ. ഓഹോ മറ്റേ പച്ച ഗ്രീൻ പീസ് കടലയോ? അമ്മേ മധുരം പെർഫെക്റ്റ്. ഇട്ടൂല എന്നിട്ട് കുറച്ചുകൂടെ വേണ്ടതാണ്. പക്ഷെ കൂടുതൽ അമ്മ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഇത്ര ഇട്ടിട്ടുള്ളൂ. കുഞ്ഞാക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അതാ അച്ചോള് കപ്പല് കൂടെ വെച്ചിട്ടുണ്ടല്ലോ. ഇതാ ഇനിയിപ്പോ നമുക്ക് ഇന്ന് രാത്രി എന്തായാലും സദ്യ ഉള്ളതുകൊണ്ട് സാമ്പാർ ഇരിക്കുന്നുണ്ട്. ദോശയാണ്. നമ്മ ഫാൻ ഇടാൻ പറ്റുമോ നമ്മക്ക്? എന്താ അറിയോ കൊതു നല്ല വരുന്നുണ്ട്. അപ്പൊ രാത്രി ദോശയാണ്. സാമ്പാർ ഉള്ളതുകൊണ്ട് അമ്മ രാവിലെ എത്ര മണിയാകുമ്പോ സാമ്പാർ ഉണ്ടാക്കിയേ? പഴം വേവിച്ചത് അമ്മായി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നോളൂ തന്നോളൂ. അമ്മയ്ക്ക് ചായ ഒന്നും വേണ്ട. എന്താ അമ്മയ്ക്ക് ചായ? കുഞ്ഞാക്ക് കുടിക്കാനാ? എന്താ കുടിച്ചോളൂ. അമ്മയ്ക്ക് കൊടുക്കണോ? വേണ്ട. അതാ എളുപ്പം. പഴം അത്ര പഴുത്തിട്ടില്ല അല്ലേ? ദോശ ഉണ്ടാക്കിക്കോളാം. നല്ല മാവ് ആയാൽ മതി എപ്പോഴും. ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും നല്ല മാവ് ആവാറുണ്ട്, അല്ലെങ്കിൽ ആവാറുണ്ട്. വേണോ? എന്നാ അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ഓക്കെ ബൈ. അതല്ലേ ബൈ. ഞാൻ കുടിച്ചിട്ട് ചൂടാറട്ടെ. ചൂടാക്കി വെച്ചിട്ടുണ്ടേ. ഇതാ നോക്കൂ.